പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന് ശേഷം വി.എസ്. അച്യുതാനന്ദനുമായിട്ടുള്ള ആശയവിനിമയം എങ്ങനെയായിരുന്നു? ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹത്തിൻ്റെ ഒപ്പമുണ്ടായിരുന്ന നിങ്ങളെപ്പോലുള്ളവർ അവർക്കെതിരെ പാർട്ടി നടപടിയെടുക്കുന്നു. അതിനുശേഷം വി.എസ്. തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളൊരു ആക്ഷേപം ഉയർന്നിരുന്നു. എനിക്കറിയില്ല അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന്. അല്ല, അത് അതിൽ വി.എസ്. തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ള ആ വാക്ക് ഒന്ന് ഉപയോഗിക്കുന്നത് ശരിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ. പക്ഷേ വി.എസിന് വേണ്ടി അത്രയും പ്രവർത്തിച്ച എന്നോട് വി.എസ്. പ്രതികരിക്കേണ്ട രീതിയിൽ പ്രതികരിച്ചോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായും അങ്ങനെ വി.എസ്. പ്രതികരിച്ചില്ല എന്ന് ഉള്ള ചെറിയൊരു പരാതി, വിമർശനമല്ലൊരു പരാതി എനിക്കുണ്ട്. പക്ഷേ ആ പരാതി എനിക്കുണ്ട് എന്ന് പറയുമ്പോഴും വി.എസിന് അങ്ങനെ സ്വതന്ത്രമായി എന്നോട് ഇടപെടാൻ കഴിയില്ലായിരുന്നു. കാരണം വി.എസിൻ്റെ കുടുംബത്തിന് എന്നോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ വി.എസിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് എന്ന് പറയുന്നത് മുഴുവൻ പാർട്ടി തീരുമാനിച്ച പേഴ്സണൽ സ്റ്റാഫായിരുന്നു. വി.എസ്. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന 5 വർഷക്കാലം വി.എസ്. ഒരു തടവുകാരനായിരുന്നു. വി.എസ്. ഒപ്പിടേണ്ട ഫയലുകളിൽ ഒരു ഇൻഡു മാർക്ക് ഇട്ടിട്ട് പിണറായി വിജയൻ AKG സെൻറ്ററിൽ നിന്ന് കൊടുത്തു വിടുമായിരുന്നു. അത് ഒപ്പിടുക എന്നുള്ളതായിരുന്നു വി.എസിൻ്റെ ജോലി. വി.എസിൻ്റെ കൂടെ ദീർഘകാലം നിന്നിരുന്ന S. രാജേന്ദ്രൻ പിന്നീട് പാർട്ടി ഔദ്യോഗിക നേതൃത്വത്തിനൊപ്പമായി. അദ്ദേഹമായിരുന്നു പൊളിറ്റിക്കൽ സെക്രട്ടറി. അതിനുശേഷം പ്രധാനമായി എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതിനുശേഷം ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി വന്നു. ആ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ പേരാണ് KN ബാലഗോപാൽ. ആ ബാലഗോപാൽ ഇപ്പോൾ വി.എസിൻ്റെ ഈ ഭൗതിക ശരീരവും വഹിച്ചിട്ടുള്ള ഈ അന്ത്യയാത്രയിൽ ആ വാഹനത്തിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, KN ബാലഗോപാലായിരുന്നു അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒറ്റുകാരൻ. അതായത് നിർണായകമായിട്ടുള്ള ഫയലുകൾ മുഴുവൻ പാർട്ടിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ നിർണായകമായിട്ടുള്ള ഫയലുകൾ വി.എസിൻ്റെ ഓഫീസിൽ വരുമ്പോൾ ആ ഫയലുകൾ എടുത്ത് അത് ഫോട്ടോ കോപ്പി എടുത്ത് AKG സെൻറ്ററിൽ കൊണ്ടുപോയി പിണറായി വിജയനെ കാണിച്ച് അതിലെന്ത് തീരുമാനം എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് പാർട്ടി ഓഫീസിലേക്ക് കൊണ്ടുവരുന്ന ആ വി.എസിനെ ഒറ്റുന്ന ആ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് KN ബാലഗോപാൽ. KN ബാലഗോപാലിന് വേണമെങ്കിൽ പറയാം, ഞാൻ പാർട്ടിയാണ് എനിക്ക് വലുത്, പാർട്ടി നേതൃത്വത്തിനൊപ്പം നിന്നുവെന്ന്. പക്ഷേ നിർണായകമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ പാർട്ടി നേതൃത്വത്തിനെതിരെ വി.എസിനൊപ്പം നിന്ന ആളാണ് ബാലഗോപാൽ. അങ്ങനെയാണ് ബാലഗോപാൽ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയി വരുന്നത്. അവസാനം വി.എസിനെ ബാലഗോപാൽ ഒറ്റുകയാണ് എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് അവിടുന്ന് ബാലഗോപാലിന് പുറത്തു പോകേണ്ടി വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, വി.എസ്. ഒരു തടവുകാരനായിരുന്നു വി.എസിൻ്റെ ഓഫീസിൽ. അതുകൊണ്ട് തന്നെ വി.എസിന് സ്വതന്ത്രമായി എന്നോട് ഇടപെടുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എങ്കിലും 2010-11 കാലം വരെ, ഏതാണ്ട് 2010 വരെ ഞാൻ വഴി വി.എസിൻ്റെ ഓഫീസിൽ എത്തിയിട്ടുള്ള ചില പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുണ്ടായിരുന്നു. അവരുടെ പേരുകൾ ഞാനിവിടെ പറയുന്നില്ല. അവരിലൂടെ വി.എസിൽ കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുമായിരുന്നു. ഞാൻ ചില അവസരങ്ങളിൽ വി.എസിനെ ക്ലിഫ് ഹൗസിൽ പോയി കാണാനും ശ്രമിക്കുമായിരുന്നു. പക്ഷേ ഒരു കാര്യം ഞാൻ അവസാനിപ്പിക്കുമ്പോൾ പറയാതെ നിവൃത്തിയില്ല. കാരണം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് 2012 മുതൽ ഞാൻ വി.എസിനെ കണ്ടിട്ടില്ല. 2012 മുതൽ ഞാൻ വി.എസിനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ വി.എസിനെ കാണാതായിട്ട് നേരിട്ട് കണ്ടിട്ട് ഏതാണ്ട് 13 വർഷം കാലമായി. വി.എസിൻ്റെ വീട്ടിൽ പോയും കാണാൻ എനിക്ക് ധൈര്യമില്ലായിരുന്നു. കാരണം വി.എസിൻ്റെ മകനെടുത്ത നിലപാടുകൾക്കെതിരെ പരസ്യ നിലപാടെടുത്തിട്ടുള്ള ആളാണ് ഞാൻ. പക്ഷേ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് അനിലിനോട് പറയാനുള്ളൊരു കാര്യം, ഞാൻ 13 വർഷമായി വി.എസിനെ കണ്ടിട്ടില്ല എങ്കിൽ പോലും എൻ്റെ മനസ്സിൽ വി.എസ്. ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ വി.എസ്. SUTയിൽ ആശുപത്രിയിൽ കിടന്നപ്പോൾ വി.എസ്. 10-25 ദിവസം അവിടെ കിടന്നപ്പോൾ ഞാനും എൻ്റെ സുഹൃത്ത് ശക്തിധരനും കൂടി ഏതാണ്ട് 10-13 ദിവസം രാവിലെ മുതൽ വൈകിട്ട് വരെ ഞങ്ങൾ ആശുപത്രിയിൽ പോയി അവിടെ ഇരിക്കുമായിരുന്നു. ആയിരിക്കുന്ന ഒരു സമയത്തും അവിടെ ചെന്ന് വി.എസിൻ്റെ കുടുംബാംഗങ്ങളെ കാണണമെന്നോ അല്ലെ വി.എസിനെ കാണണമെന്നോ ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. കാരണം വി.എസിനെ കാണുക എന്നുള്ളതല്ല വി.എസുമായി താതാത്മ്യം പ്രാപിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം. വി.എസിനെ കാണേണ്ട കാര്യം എനിക്കില്ല. വി.എസ്. ഇന്ന് യഥാർത്ഥത്തിൽ വി എസ് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയിരിക്കുകയാണ്. പക്ഷേ എങ്കിലും എൻ്റെ മനസ്സിലുണ്ട് വി.എസ്. എന്ന് പറയുന്ന വികാരം എൻ്റെ മനസ്സിലുണ്ട്. എൻ്റെ മനസ്സിൽ വി.എസ്. ഇപ്പോഴും നിലനിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വി.എസിനെ കാണുക, വി.എസിനോട് സംസാരിക്കുക എന്നുള്ളതൊക്കെ ഈ പറഞ്ഞതുപോലെ അപ്രസക്തമാണ്. വി.എസിൻ്റെ രാഷ്ട്രീയവും വി.എസിൻ്റെ പ്രത്യയശാസ്ത്രവും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ വി.എസ്. ഈ ലോകത്തില്ലാതായാലും നമ്മുടെ ഉള്ളിൽ വി.എസ്. വസിക്കും എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഞാനത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ എന്നെക്കുറിച്ചിട്ട് വളരെ മനക്കട്ടിയുള്ള ഒരാൾ എന്നുള്ളതാണ് ഞാൻ വിലയിരുത്തുന്നത്. പക്ഷേ എനിക്കറിയില്ല, എനിക്ക് വി.എസിനെ കുറിച്ച് പറയുമ്പോൾ എന്നെ വികാരം കീഴടക്കുന്നു. എന്താണെന്ന് എനിക്കറിയുന്നില്ല.
എൻ്റെ വീട്ടിൽ എൻ്റെ കുടുംബാംഗങ്ങളൊക്കെ എന്നോട് ചോദിക്കുന്നു, എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത്? 102 വയസ്സായില്ലേ, വി എസ് മരിക്കുന്നതിൽ എന്താണ് കുഴപ്പം? 102 വയസ്സിനപ്പുറത്ത് ആരാണ് ജീവിക്കുന്നത് എന്ന് എൻ്റെ കുടുംബത്തിലുള്ളവരും എൻ്റെ ഭാര്യയും മക്കളും ഒക്കെ എന്നോട് ചോദിക്കുന്നു. പക്ഷേ എങ്കിലും 102 വയസ്സ് വി എസിനുണ്ടെങ്കിലും വി എസ് ഈ ലോകത്തുനിന്ന് പോകുന്നതിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. വി എസിനെ ഞാൻ തുറന്നു പറയാം, വി എസിനെ ആശുപത്രിയിൽ ഇത്രയും കുറേ ദിവസം ഇട്ട് പീഡിപ്പിക്കുകയായിരുന്നു എന്നുള്ള നിലപാടാണ് ഞാൻ എടുത്തിരുന്നത്. പക്ഷേ പീഡിപ്പിക്കുകയാണെന്നുള്ള നിലപാടെടുക്കുമ്പോഴും വി എസ് ഈ ലോകത്തെ വിട്ടുപോകുന്ന ഒരു സമയത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ കഴിയില്ലായിരുന്നു. പക്ഷേ ഞാനത് ചിന്തിക്കേണ്ടി വന്നിരിക്കുന്നു. പക്ഷേ എങ്കിലും എൻ്റെ മനസ്സിൽ വി എസ് എന്ന് പറയുന്ന വികാരമുണ്ടായിരിക്കും. ആ വികാരമായിരിക്കും എന്നെ നയിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. വി എസ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് എനിക്ക് ശക്തമായിട്ടുള്ള പോരാട്ടങ്ങൾ വലിയ ശക്തികൾക്കെതിരെ നടത്താൻ കഴിഞ്ഞത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. വി എസ് ഇപ്പോൾ ഇന്ന് മുതൽ അല്ലെങ്കിൽ ഇന്നലെ മുതൽ വി എസ് എൻ്റെ കൂടെ ഇല്ല എന്നുള്ളത് പറയുമ്പോൾ വി എസ് ഇല്ലാത്ത ഒരു ലോകത്തിലും എനിക്ക് ജീവിക്കേണ്ടി വരും എന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ടായിരിക്കുന്നു. പക്ഷേ ഉള്ള വി എസിനേക്കാൾ ശക്തമായ വി എസ് എൻ്റെ ഉള്ളിൽ വസിക്കും എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഊർജം. ആ ഊർജ്ജത്തിലായിരിക്കും കെ എം ഷാജഹാൻ എന്ന് പറയുന്ന പൊതുപ്രവർത്തകൻ ഇനി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. യെസ് ഷാജഹാൻ.